ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫമൻ ശാഅ ഫൽയുഅ്മിൻ വമൻ ശാഅ ഫൽയക്ഫുർ, അല്ലാഹുവിന്റെ ദീനും സത്യവിശ്വാസവും വ്യക്തമായിരിക്കെ, എന്താണ് സത്യം എന്താണ് അസത്യം എന്ന് വ്യക്തമായിരിക്കെ വേണ്ടവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം എന്ന അല്ലാഹുവിന്റെ ഈ സമീപനം തള്ളിക്കളയാനുള്ളതല്ല. സത്യത്തിൽ ഉപകാരപ്രദമാണ് എന്ന് നമുക്ക് ബോധ്യമുള്ള ഒരു സംഗതി നമ്മൾ ഒഴിവാക്കില്ലല്ലോ. പിന്നെ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത്രക്ക് കൃത്യമായും സത്യമാണെന്ന് ബോധ്യപ്പെടുന്ന ഒരു സംഗതിയെ സംബന്ധിച്ച് അങ്ങനെ പറയേണ്ടതുള്ളൂ. ഇപ്പോ ഒരു ഗ്ലാസ് വിഷം കാണിച്ചിട്ട് പറയാണ് ഇത് വിഷമാണ്, കുടിച്ച ആൾ അപ്പോഴേക്കപ്പോഴേ ആൾ ഔട്ടായി പോകും, വേണമെങ്കിൽ കുടിച്ചോ അല്ലെങ്കിൽ കുടിക്കാതിരിക്കുക, നിനക്ക് വേണ്ട ചെയ്തോ എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിയുള്ള മനുഷ്യന് കുടിക്കൂലല്ലോ. അതുകൊണ്ടാണ് അല്ലാഹു തആല അൽ ഹഖ് ബയ്യിൻ, സത്യം ജാ അൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖ, സത്യം എന്താണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കെ അസത്യം എന്താണെന്നും ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കെ പിന്നെ നിർബന്ധിക്കേണ്ട ഒരു വിഷയം വരുന്നില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിൽ നിർബന്ധ പരിവർത്തനങ്ങളില്ല എന്നൊക്കെ പറയാൻ കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമല എന്ന് പറഞ്ഞ ആ ആയത്തിന്റെ വിവക്ഷയെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നത്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, അല്ലാഹുവിൽ വിശ്വസിക്കുകയും ഈമാൻ ഉണ്ടാവുകയും വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്ന ആളുകൾ, ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമല, സൽക്കർമ്മം ചെയ്ത ആളുകളുടെ ഒരു പ്രതിഫലവും ഈ ദുനിയാവിലോ നാളെ പരലോകത്തിലോ നാം നഷ്ടപ്പെടുത്തി കളയുകയില്ല. സൽക്കർമ്മമെല്ലാം അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ കാരണം, ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വസലുഹ അമലുഹു വശർറുക്കും മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിൽ ഏറ്റവും ഖൈറായവർ, ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ, മൻ ത്വാല ഉംറുഹു വസലുഹ അമലുഹു, ഒരുപാട് ആയുസ്സുണ്ടാവുകയും സൽക്രമങ്ങൾ വർദ്ധിക്കുകയും ചെയ്തവരാണ്. കുറെ ആയുസ്, ഒരുപാട് കാലം ജീവിച്ചു. വസലുഹ അമലുഹു, സൽക്കർമ്മം വർദ്ധിക്കുകയും ചെയ്തു. അത് വല്ലാത്തൊരു ഭാഗ്യമാണ്. ഞാൻ ഇന്നലെ 100 വയസ്സ് കഴിഞ്ഞ ഒരാളെ കണ്ടു. അദ്ദേഹം ചെറിയ ഓർമ്മപ്പശകൊക്കെ ഉണ്ടെങ്കിലും എന്നാലും അവരെ പറയാണ് ഏതു നേരവും ഖുർആനും ദിക്റും സ്വലാത്തും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടാണ്. 100 വയസ്സ് കഴിഞ്ഞു, കാര്യമായ ആരോഗ്യ പ്രശ്നമൊന്നുമില്ല നമ്മുടെ വടകര ഭാഗത്ത്. മാഷാ അല്ലാഹ്, അതൊരു വലിയ സൗഭാഗ്യമാണ്. നല്ല പ്രായമുള്ള അദ്ദേഹം കിതാബ് ഓതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, നമ്മുടെ ക്ലാസ്സിനൊക്കെ ഉള്ളൊരു സുഹൃത്തിന്റെ വല്യുപ്പയും കൂടിയാണ്. അള്ളാഹു അവർക്കും നമുക്കും അള്ളാഹു ആയുസ്സിൽ ബറക്കത്ത് തരട്ടെ. അത് അള്ളാഹു ഖൈറ് ചെയ്തതിന്റെ ഒരു അടയാളമാണ്. പല അടയാളങ്ങളുണ്ട്. ആയുസ് കൂടിയവർ മാത്രമല്ല ഉള്ളവർ, അള്ളാഹുവിന്റെ ദീൻ പഠിക്കാനും അറിയാനും ആർക്കെങ്കിലും അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല ആർക്കെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അടയാളം അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ഉള്ള ഇൽമ് അവർക്ക് ലഭിച്ചു എന്നതാണ്. അതും ഒരു അടയാളമാണ്. പക്ഷെ ആയുസ്സുണ്ടാവുകയും അമലുകൾ നന്നാവുകയും ചെയ്യുന്നത് നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകളുടെ സ്വഭാവമാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വശർറുക്കും, നിങ്ങളിൽ ഏറ്റവും ഷർറായ ആളുകൾ, മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു, ഒരുപാട് ആയുസ്സുണ്ടാവുകയും അത്രയും ആയുസ്സിൽ തെറ്റുകളാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ആയുസ്സുണ്ടായി, തെറ്റുകൾ മാത്രം വർദ്ധിക്കുകയും ചെയ്തു. ഒരുപാട് തെറ്റ് ചെയ്യുകയും ആയുസ് ഒരുപാട് ഉണ്ടാവുകയും ചെയ്തവർ നിങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവരെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ആദ്യം പറഞ്ഞ ആ വിഭാഗത്തെയാണ് കിട്ടേണ്ടത്. ആയുസ് വർദ്ധിക്കുകയും അമല് നന്നാവുകയും ചെയ്യുക എന്ന ഒരു വലിയ ഒരു ടാർഗറ്റ്സ് നമ്മുടെ മുമ്പിലുണ്ട്. അതിനാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനാണ് പ്രവർത്തിക്കേണ്ടത്. അപ്പൊ ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമല, അല്ലാഹുവിന്റെ നന്മ ചെയ്യുന്നവരുടെ ഒരു അമലും അല്ലാഹു തആല നഷ്ടപ്പെടുത്തി കളയുകയില്ല എന്ന് പറഞ്ഞാൽ
ഈമാനിന്റെ പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈമാൻ നമുക്കുണ്ട് എന്നറിയുന്നത്, ഈമാനിന്റെ പ്രകടമായ അടയാളങ്ങൾ എന്തൊക്കെയാണ്. കാരണം അള്ളാഹുവിന്റെ കലാം കൂടുതൽ ചർച്ച ചെയ്തത് ഈമാനികമായ വിഷയമാണ്. അതുകൊണ്ടാണ് തൗഹീദിനെ സംബന്ധിച്ചും ഷിർക്കിനെ സംബന്ധിച്ചും കുഫറിനെ സംബന്ധിച്ചുമുള്ള പരാമർശങ്ങൾ അള്ളാഹുവിന്റെ കലാമിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. മഹാന്മാരായ പണ്ഡിതന്മാർ പറയും, ലൈസൽ ഗിന അഗ്നാ മിൻ സുകൂനിൽ ഖൽബ്, ഹൃദയത്തിന് കിട്ടുന്ന സമാധാനത്തെക്കാളും വലിയ ഒരു സമ്പാദ്യവുമില്ല. ഏറ്റവും വലിയ സമ്പാദ്യം അതാണ്. ലൈസ ഗിനൻ അഗ്നാ മിൻ സുകൂനിൽ ഖൽബ്, ഹൃദയത്തിന് കിട്ടുന്നൊരു സമാധാനം അത് വലിയൊരു സമ്പാദ്യമാണ്. ഗിന, ഏറ്റവും വലിയ റിച്ച്നെസ്, ദ ബെസ്റ്റ് ഓഫ് റിച്ച്നെസ്. ഒരു മനുഷ്യന് ലഭിക്കുന്ന സാമ്പത്തികമായോ അല്ലാതെയോ നമ്മൾ പറയുന്ന ഒരു മനുഷ്യന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ഹൃദയത്തിന് കിട്ടുന്ന സമാധാനമാണ്. അള്ളാഹു നമുക്കത് തരട്ടെ. കുറെ പൈസയൊക്കെ ഉണ്ടായിട്ട് അതെന്തായി പോകുന്നുള്ള ടെൻഷനിലും ഏത് ചിന്തയിലും എന്താ കാര്യം? മനസ്സമാധാനം അള്ളാഹു തആല നൽകുകയാണെങ്കിൽ ഏറ്റവും വലിയ സമ്പാദ്യം മനസ്സമാധാനമാണ്. വതീബുൻ നഫ്സി മിനൻ നഈം എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സമാധാനം നാളെ അല്ലാഹു തആല ചോദിക്കും അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞ അനുഗ്രഹങ്ങളിൽ മനസ്സമാധാനം ഉണ്ടെന്നാണ്. വലൈസ ഫഖറുൻ അഫ്ഖറ മിൻ ഇൽതിറാബിൽ ഖൽബ്, നമ്മുടെ ഹൃദയത്തിന് തോന്നുന്ന ചാഞ്ചല്യം, എന്തെന്നില്ലാത്ത പേടി, ഏതൊരു വിഷയത്തിലും മനസ്സിന് ഉറപ്പില്ലാതിരിക്കുക, അതാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം. സുബ്ഹാനല്ലാഹ്. ഇത് ഹക്കീമുകളായ തത്വചിന്തകരായ നമ്മുടെ ഉലമാ പറഞ്ഞ ദീർഘമായൊരു വാക്കാണ്. പക്ഷേ ഇതിൽ ഇബ്റത്തുണ്ട്, പാഠമുണ്ട്. അതുകൊണ്ട് ഞാൻ ഉദ്ധരിക്കുകയാണ്. ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് പറഞ്ഞത് കയ്യിൽ പൈസ ഇല്ലാതിരിക്കലല്ല, മനസ്സിന് തോന്നുന്ന ചാഞ്ചല്യം, മനസ്സിനൊരു ഉറപ്പില്ലാണ്ടിരിക്കുക, ഒരു ധൈര്യക്കുറവ്, എപ്പോഴും മനസ്സിൽ ചാഞ്ചല്യം, എപ്പോഴും മനസ്സിന് ടെൻഷൻ, അത് വലിയ ദാരിദ്ര്യമാണ്. വലൈസ ഇസ്സുൻ അഅസ്സ മിന സുഹ്ദി, ഐഹികമായ ആർഭാടങ്ങൾ പരിത്യജിക്കുക എന്ന പരിത്യാഗത്തെക്കാളും വലിയ അഭിമാനമില്ലെന്നാണ്. ഒരു മനുഷ്യന് എപ്പോഴും വേണം വേണം, എനിക്ക് കിട്ടണം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് വലൈസ ദുല്ലുൻ അദല്ല മിന റഗ്ബതി ഫി ദുനിയ വത്തമഅ, പൈസ ഒരുപാട് ഉണ്ടാക്കണം, കുറെ പൈസ ഇനിയും വേണം, മതിയായിട്ടില്ല എന്ന തോന്നൽ ഏറ്റവും എന്ന് പറയുന്നത് ഏറ്റവും വലിയ അഭിമാനവുമാണെന്നാണ്. അഭിമാനം അവിടെയാണ്. അപ്പൊ നമ്മൾ അത് പൊതുജീവിതത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് വേണം അല്ലെങ്കിൽ എനിക്ക് തരണം എന്നിങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ തോന്നുന്നത് അവരെ നിസ്സാരന്മാരായി തോന്നാനാണ്. നേരെ മറിച്ച് വേണ്ട, എനിക്കൊന്നും ആവശ്യമില്ല, നിങ്ങൾ വെച്ചോ, എനിക്ക് വേണ്ട, എന്റെ കാര്യം അൽഹംദുലില്ലാ, ഞാനും എന്റെ റബ്ബും തമ്മിൽ എന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഒരു പ്രയാസമില്ല, നിങ്ങൾ നിങ്ങളുടെ കുടുംബവും കാര്യം നോക്കിയാൽ മതി. അങ്ങനെ ഒരു സമീപനം ഓരോരുത്തരും അത് അഭിമാനമാണ്. അതിലും വലിയ അഭിമാനമില്ലെന്നാണ്. അതുകൊണ്ട് നമ്മൾ ആ രീതിയിലാണ് ചിന്തിക്കേണ്ടത്. വലൈസ ശറഫുൻ അഷ്റഫ മിനൽ യഖീൻ, ഖൽബിന് ലഭിക്കുന്ന ഉറപ്പ്. യഖീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഉറപ്പ്. ആ ഉറച്ച വിശ്വാസത്തെക്കാളും ഏറ്റവും വലിയ മാന്യതയില്ല. മാന്യൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തെത്തലോ അല്ലെങ്കിൽ ഒരു ഭാരവാഹിയാവലോ ഒരു സ്യൂട്ടും കോട്ടക്കെട്ട് നടക്കലോ ഇതൊന്നുമല്ല സത്യത്തിൽ ഷറഫ് എന്ന് പറയുന്നത്. ഷറഫ് എന്ന് പറയുന്നത് യഖീനാണ്, നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന ഈമാനിന്റെ ഉറപ്പാണ്. അതുള്ള ഒരു മനുഷ്യൻ എത്ര ദാരിദ്ര്യമുള്ള ആളാണെങ്കിലും, ഇനി കാണാൻ വൈകല്യമുള്ള ആളാണെങ്കിലും, എത്ര തന്നെ ജനങ്ങൾക്കിടയിൽ നിസ്സാരനാണ് തോന്നുന്നുണ്ടെങ്കിൽ തന്നെയും അവരാണ് അഭിമാനികൾ എന്നാണ് ഇതിനർത്ഥം. വലൈസ ദറജത്തുൻ അഅല മിനസ് സബ്ർ, ക്ഷമയോളം വലിയ ഒരു മഹത്വവുമില്ലെന്നാണ്. ക്ഷമയോളം, ക്ഷമിക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ ഉന്നത സ്ഥാനമാണ്. ക്ഷമ, ഒരു മനുഷ്യന് ക്ഷമിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുമുള്ള ക്ഷമ. ഇനി പറയുന്നത് വലൈസ ഹലാവ അഹ്ലാ മിൻ മഹബ്ബത്തില്ലാഹി അസ്സ വജല്ല, ലോകത്ത് ഏറ്റവും മധുരമുള്ള സംഗതി. മിൽവഹ എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടോ? മിൽവഹ ഇല്ല, എത്യോപ്യക്കാരുണ്ടാക്കുന്ന ഒരു മധുരമുള്ളൊരു പലഹാരമാണ്. ആ കണ്ണൂർക്കാരത്ത് വേറെ പലഹാരങ്ങൾ ഇഷ്ടം പോലെ മധുരമുള്ളത് ഉണ്ടായിരിക്കും അല്ലെ? ഹലാവ, മധുരമുള്ളത്. അഹ്ല, ഏറ്റവും മധുരമുള്ള സംഗതി. ഏറ്റവും മധുരമുള്ളത് എന്താണെന്നറിയോ? നമ്മുടെ ജിലേബിയും നമ്മുടെ എന്താണ് നമ്മളെ മഞ്ഞ സാധനം ലഡു അല്ലെ? ഭക്ഷണത്തിലോ പാനീയത്തിലോ അനുഭവങ്ങളിലോ ഒന്നുമല്ല ഏറ്റവും മധുരം മഹബ്ബത്തുല്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിനോട് തോന്നുന്ന സ്നേഹമാണെന്ന്. അതിനോളം മധുരമുള്ള ഒരു സംഗതിയില്ല എന്ന്.
അത് ഷുഗറും കൊളസ്ട്രോളും ഉള്ളവർക്കൊക്കെ പറ്റും. ഈ മഹബത്ത്, അള്ളാഹുവോടുള്ള സ്നേഹം, അതൊരു വല്ലാത്ത മധുരമാണ്. അതുകൊണ്ട് തടിക്ക് ഉന്മേഷവും ആരോഗ്യവും വെളിച്ചവും ലഭിക്കുക എന്നല്ലാതെ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ മധുരം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് അള്ളാഹു സ്നേഹിക്കലാണ്, റബ്ബിനോടുള്ള സ്നേഹം വരലാണ്. അള്ളാഹുവിന്റെ ദേഷ്യം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും കയ്പുള്ളത്. അള്ളാഹുവിന്റെ ദേഷ്യം വരലാണ്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അലങ്കാരവും ചമൽക്കാരവും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോ ഏതൊരാളും everyone wants to be good looking, അല്ലേ? അങ്ങനെയാണ്. കാണുമ്പോ മോശമല്ല, തരക്കേടില്ല എന്ന രീതിയിൽ പ്രത്യക്ഷപ്പെടാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. പക്ഷെ ഏറ്റവും വലിയ സൈൻ, ഭംഗി എന്ന് പറയുന്നത് അത്തവാദു, മനുഷ്യൻ കാണിക്കുന്ന താഴ്മയാണ്, വിനയമാണ്. നമ്മൾ ആരെക്കാളും മേലെയല്ല, നമ്മളെല്ലാവരെക്കാളും താഴെയാണ്, ബാക്കിയുള്ളവരൊക്കെ നമ്മളെക്കാൾ മീതയാണ് എന്ന ഒരു മനുഷ്യന്റെ, ഒരു സത്യവിശ്വാസിയുടെ ചിന്തയാണ് ഏറ്റവും വലിയ അലങ്കാരം. അങ്ങനെയാണ്. നമുക്ക് സ്വഭാവ ഗുണങ്ങളില്ലാതെ പേര് നടന്നിട്ട് എന്താ കാര്യം? എന്ത് ഭംഗിയാണ് അതിൽ? ഒരു സ്വഭാവ ഗുണവുമില്ലാതെ ഒരു പുരുഷൻ വലിയ ആളായിട്ട് ചമഞ്ഞ് നടന്നിട്ട് എന്താണ് കാര്യം? അതിലെന്തെങ്കിലും അലങ്കാരമുണ്ടോ? ഒന്നുമില്ല. ഷോക്കേസിൽ കൊണ്ടുപോയി വെക്കാൻ പറ്റുന്നല്ലാതെ ഒരു മനുഷ്യനോട് പെരുമാറാൻ അറിയാത്ത ഒരാളാണ്, അല്ലെങ്കിൽ മുതിറിന്റെ മുതിറോ ആയിട്ട് എന്താ കാര്യം? ഏറ്റവും വലിയ അലങ്കാരം എന്ന് പറയുന്ന മനുഷ്യന്റെ വിനയമാണ്. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷുകാരെന്ന് കുറെ കാര്യം പഠിക്കാനുണ്ടെന്നാണ്. കുറെ കാര്യം അവരെന്ന് പഠിക്കാം. ഒന്ന് വയറ് നിറച്ച് തിന്നുന്ന ഏർപ്പാട് അവർക്കില്ല. അത് മാത്രമല്ല, ഒരുപാട് ഗുണങ്ങൾ. ഒരു ഹദീസുണ്ട്, എനിക്ക് അതിന്റെ വാക്കുകൾ എനിക്ക് ഓർമ്മ വരുന്നില്ല. മഹാനായ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതായത് ഖിയാമത്ത് നാളാകുമ്പോൾ യൂറോപ്യർ ലോകത്ത് ഏറ്റവും അധികാരം അവരുടെ കയ്യിലായിരിക്കും എന്ന് പറയുന്നൊരു ഹദീസുണ്ട്. ഇൻഷാ അല്ലാഹ് വഴിയെ ഞാനത് ഓർമ്മ വരാണെങ്കിൽ പിന്നെ പറഞ്ഞുതരണ്ട്. ആ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഒരു സ്വഹാബി. അതിലുണ്ട് യൂറോപ്യർക്ക് അങ്ങനെ ഒരു സ്വാധീനം ലോകാവസാനമാകുമ്പോൾ എല്ലായിടത്തും വരുമെന്നാണ്. അതിന് കാരണം പറഞ്ഞിട്ടുള്ളത് അവരുടെ ചില സ്വഭാവ ഗുണങ്ങളാണ്. ആ സ്വഭാവ ഗുണങ്ങൾ നമ്മൾ അവരിൽ കാണുന്നുണ്ട്. ഈമാനില്ല എന്ന വിഷയം ശരിയാണ്, ഏറ്റവും വലിയ ഒരു നഷ്ടം അവർക്ക് സംഭവിച്ചു. പക്ഷേ ഒരുപാട് സ്വഭാവ ഗുണങ്ങൾ അവരിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് നന്മകൾ അവരിലുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിനെ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ വഴിയെ പറയണ്ട. അവരുടെ ഒരു മാനേജറായിട്ട് നിൽക്കുന്ന ഒരാളും, ഒരു ഇംഗ്ലീഷുകാരനായ ഒരാൾ ഒരു മാനേജർ പോസ്റ്റിലിരുന്നാലും, ഒരു ഇന്ത്യക്കാരന് ഒരു പാകിസ്ഥാനിയെ നമ്മുടെ ഏഷ്യൻസിനെ കൊണ്ടുപോയി ഇരുത്തിയാലും പ്രകടനങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ വലിയ വ്യത്യാസം കാണും. നമ്മളവരെ സാറെന്ന് വിളിക്കേണ്ടി വരും. നമ്മൾ നാട്ടുകാരാകുമ്പോൾ ഇംഗ്ലീഷുകാരെ നേരെ പേര് വിളിച്ചാൽ എന്റെ പ്രിൻസിപ്പൾ അദ്ദേഹം പാട്രിക് ഹോൺ എന്നാണ്. നമ്മൾ ഹൈ പാട്രിക് അത്രേ വിളിക്കേണ്ടുള്ളൂ. ഇങ്ങോട്ടും പേര് വിളിക്കും. അവർക്ക് സന്തോഷമാണ്, നമുക്കും സന്തോഷമാണ്. അല്ലെങ്കിൽ സാർ എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റിക്കലോ, അവർ വന്നാന്ന് എഴുന്നേറ്റ്, അത് അവർ ആഗ്രഹിക്കുന്നില്ല, എഴുന്നേറ്റ് അവർ ഇരിക്കാൻ പറയുകയും ചെയ്യും. അങ്ങനെ ഒരു തരത്തിലുള്ള ബോസി നേച്ചർ അല്ല. അത് നമുക്ക് പാടില്ല. ഇസ്ലാമിന്റെ ക്വാളിറ്റിയാണത്. അതുകൊണ്ടാണ് ചരിത്ര പണ്ഡിതന്മാർ പറയാം, മുസ്ലിമീങ്ങൾ യൂറോപ്പ് 600 കൊല്ലത്തോളം ഭരിച്ചു, സ്പെയിൻ അടക്കമുള്ള പ്രദേശങ്ങൾ. നമ്മൾ അവിടെ നിന്ന് പുറത്തു പോന്നപ്പോ നമ്മുടെ സ്വഭാവങ്ങളൊക്കെ അവർക്ക് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങ് ചണ്ടികളായിട്ട് തിരിച്ചു പോന്നു എന്നാണ്. നമ്മുടെ എല്ലാ ഗുണവും അവരെടുത്തു. നമ്മളിൽ ആ ഗുണങ്ങളൊന്നും കാണുന്നില്ല ബഹുഭൂരിപക്ഷം ആളുകളിൽ. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ ലീഡർഷിപ്പുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ താഴ്മയും വിനയവും കാണിക്കുന്നത്. അത് ഏറ്റവും വലിയ അലങ്കാരമാണ്. ലൈസ സൈനുൻ അസിയന മിന തവാദു, വിനയത്തെക്കാളും ഒരു ഭംഗിയുമില്ല. ഏറ്റവും ഭംഗിയുള്ളത് ഒരു മനുഷ്യൻ കാണിക്കുന്ന ഹ്യൂമിലിറ്റി ആൻഡ് ഹംബിൾനെസ്. അതാണ് ഏറ്റവും വലിയ അലങ്കാരം. നമ്മൾ പല ആളുകൾക്കും അത് മനസ്സിലായിട്ടില്ല എന്നതാണ് ഖേദകരം. വലൈസ അജ്ഹല മിനൽ കിബിരി, അഹങ്കാരത്തെക്കാളും വലിയ ഒരു അജ്ഞതയുമില്ല, വിവരമില്ല എന്ന് പറഞ്ഞത് ഒരാൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനല്ല. ഒരു മനുഷ്യൻ മറ്റുള്ളവരെക്കാളൊക്കെ മുന്തിയ ആളാണെന്ന് തോന്നുന്ന അഹങ്കാരം, നമ്മൾ കിബർ എന്ന് പറയുന്നത്, അതാണ് ഏറ്റവും വലിയ വിവരദോഷമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിരിക്കുന്നു. വലൈസ ഖുവ്വത്തുൻ അഖ്വാ മിനൽ ജൂഅ്, വിശപ്പ് സഹിക്കാൻ പറ്റുക എന്നതിനേക്കാളും ഏറ്റവും വലിയ ശക്തിയുമില്ല. വലൈസ ദാഉൻ അജ്വാ മിനൽ തഅറുദ് ലിസഖത്തില്ലാഹ്, അല്ലാഹുവിന്റെ കോപത്തിന് വിധേയരാവുക എന്നതിനോളം വലിയ അസുഖവുമില്ല. ഏറ്റവും വലിയ അസുഖം അല്ലാഹുവിന്റെ കോപത്തിന് വിധേയരാവലാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. വലൈസ കലാമുൻ അഹ്സന മിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ
ഇല്ലല്ലാഹ് എന്ന വാക്കിനേക്കാളും മനോഹരമായ ഒരു വാക്കുമില്ല. ഇതൊക്കെ സത്യവിശ്വാസിയുടെ ജീവിത ഗുണങ്ങളാണ്. അള്ളാഹു നമ്മളിൽ ഈ ഗുണങ്ങൾ അള്ളാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഈമാനിന്റെ അടയാളങ്ങൾ ഇന്നാ ലാ നുളീഉ അജ്റ മൻ അഹ്സന അമല. ഈമാനും സത്യവിശ്വാസവും കൈകൊണ്ട ആളുകൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം ഒരിക്കലും റബ്ബ് നഷ്ടപ്പെടുത്തി കളയുകയില്ല. എന്തൊക്കെയാണ് ആ പ്രതിഫലം, എങ്ങനെയൊക്കെയാണ് നമുക്കത് ലഭിക്കുക എന്നതിനെ കുറിച്ചുള്ള ചർച്ചയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സ്വല്ലു അലൻ നബിയ്യി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക്. ജസാകുമുല്ലാഹ് ഖൈർ.